വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ നമ്മുടെ അവസാനത്തെ എക്സാം ആണ് ബയോളജി അല്ലേ. അപ്പോൾ ബയോളജി പഠിക്കാൻ നമുക്ക് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കണം എല്ലാവരും. കാരണം നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ഇടയിൽ എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇരുന്ന് തന്നെ പഠിക്കാനുള്ള ഗ്യാപ്പും ഉണ്ട്. അപ്പൊ ആ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന കുറേ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ചാപ്റ്ററിലും ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് സമയമൊന്നും കളയാണ്ട് പെട്ടെന്ന് ആ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. യെസ്, സെറ്റ്, ഓക്കെ. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ DNA കാണാൻ പറ്റും അല്ലേ. DNA മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഈ ഒരു ലാഡറിന്റെ പോലെ അല്ലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ മോഡൽ ആരാണ് ആദ്യം പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? അതാണ് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് അല്ലേ. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് ആദ്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ പ്രൊപ്പോസ് ചെയ്തത്, റൈറ്റ്? ഓക്കെ. ഇനി വിച്ച് ആർ ദ നൈട്രോജനസ് ബേസ് പേസ് ഫൗണ്ട് ഇൻ ദ സ്റ്റെപ്സ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ബേസ് പേസിന് DNA കാണപ്പെടുന്ന ബേസ് പേസിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 2 മാർക്കിന് വരാം കേട്ടോ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, പിന്നെ എന്താണ് മക്കളെ, എന്താണ് ലാസ്റ്റ് വൺ? ആൻഡ് തൈമിൻ. ഓക്കെ, സോ ദീസ് ആർ ദ ബേസ് പേസ്, റൈറ്റ്? ഇതൊക്കെയാണ് നമുക്ക് DNA കാണാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ബേസ് പേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റൻ ആണ്, ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DNA ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതുപോലെ എന്താണ് റീസൺ തന്നിട്ടുണ്ടാവും, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, റീസൺ തന്നിട്ടുണ്ടാവും. അതിൽ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ആ റീസണ് അതിനുള്ള കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഡിയോക്സി റൈബോസ് ഷുഗർ ഇസ് ഫൗണ്ട് അല്ലെ. അപ്പൊ DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കറക്റ്റ് ആണ്, റൈറ്റ്? ഇറ്റ് ഇസ് സിംഗിൾ സ്ട്രാൻഡഡ് ആണോ നമ്മുടെ DNA? അല്ല അല്ലെ. നമ്മുടെ DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലെ. ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഓക്കെ, ഫൈൻ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ ദ നൈട്രോജനസ് ബേസസ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? 1 ശരിയാണ്, അതുപോലെ 3 ശരിയാണ് അല്ലെ. അപ്പം B ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് കൂടുതലും ചോദിക്കാറുള്ളത്. Again, what are the building components of a chromosome? അപ്പൊ നമ്മുടെ ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. mRNA ആൻഡ് റൈബോസോംസ് വെച്ചിട്ടാണോ? അല്ല. DNA ആൻഡ് ഹിസ്റ്റോൺസ് വെച്ചിട്ടാണോ? അതെ, റൈറ്റ്. ക്രോമസോമിൽ നമുക്ക് DNA കാണാം, അതുപോലെ തന്നെ ഹിസ്റ്റോൺസും കാണാൻ സാധിക്കും, റൈറ്റ്? യെസ്. ഇതാ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡഡ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓട്ടോസോംസ് ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മുടെ പുറമേയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓട്ടോസോംസ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണ് അല്ലെ. ഓട്ടോസോംസ് എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. There are 23 pairs of autosomes in human beings. 23 പേഴ്സ് ഉണ്ടോ? ഇല്ല. ടോട്ടൽ നമുക്ക് 23 പേഴ്സ് ആണുള്ളത്. അതിൽ 22 പേഴ്സ് ആണ് എന്ന് പറയുന്നത് ഓട്ടോസോംസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സിംഗിൾ പെയർ എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് ക്രോമസോം ആണ്, റൈറ്റ്? അപ്പൊ ഇത് തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. ഇത് SRY ജീൻ ഉണ്ട്. Y ക്രോമസോം ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഓവറീസ് ഇൻ ദ എംബ്രിയോ. ഒരിക്കലുമല്ല, അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, റൈറ്റ്? ദ X ക്രോമസോം ആൻഡ് Y ക്രോമസോം ആർ സെക്സ് ഡിറ്റർമൈനിങ് ക്രോമസോംസ് അല്ലെ. അത് കറക്റ്റ് ആണ്. X ആൻഡ് Y ആണ് സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു, 2ഉം 3ഉം തെറ്റാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് 1ഉം 4ഉം വരുന്നത്? എവിടെയാണ്? B-യിലാണ് അല്ലെ. അപ്പൊ B ആണ് കറക്റ്റ് ആൻസർ. ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ റോങ് പെയർ ദാറ്റ് റിലേറ്റഡ് വിത്ത് എവല്യൂഷൻ തിയറി. ഓക്കെ, നമ്മുടെ എവല്യൂഷൻ തിയറിനെ കുറിച്ചാണ് ഇവിടെ ഷോർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ നമ്മളോട് ചോദിക്കുക. ഓക്കെ, അപ്പം ലാമാർക്കിസും അതുപോലെ ഡാർവിനിസവും രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിൽ നിന്നും 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ എന്താണെങ്കിലും പഠിച്ചിരിക്കണം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ലാൻഡ്മാർക്ക് പറഞ്ഞൊരു കാര്യമാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്. കറക്റ്റ് അല്ലേ? അല്ലെ. അക്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്ത് അടുത്ത ജനറേഷനിലേക്ക് എത്തുന്നു എന്നുള്ള ലാൻഡ്മാർക്ക് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്, റൈറ്റ്? ഡാർവിൻ ആണ് നമ്മുടെ നാച്ചുറൽ സെലക്ഷന്റെ കാര്യം മുന്നോട്ടേക്ക് വെച്ചത്, റൈറ്റ്? യെസ്.
പിന്നെ ഗാലപ്പോസിന്റെ കാര്യം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ ലാമാർക്കുമായിട്ട് റിലേറ്റഡ് ആണോ ഗാലപ്പോസ് എന്ന് പറയുന്നത്? അല്ല, നമ്മുടെ ഡാർവിനുമായിട്ട് റിലേറ്റഡ് ആണ് ഗാലപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡാർവിൻ റിലേറ്റഡ് ആണ് HMS ബീഗിൾ എന്ന് പറയുന്നത് ഡാർവിൻ റിലേറ്റഡ് തന്നെയാണ്. റൈറ്റ്, അപ്പൊ ഇത് 3 കാര്യങ്ങളും കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഗാലപ്പോസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഏതാണ് തെറ്റ്? തേർഡ് വൺ ആണ് അല്ലെ. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന റോങ് പെയർ ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്, അപ്പൊ തേർഡ് വൺ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ദ സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് റിലേറ്റ് വിത്ത് ലാമാർക്കിസം. വീണ്ടും ലാമാർക്കിസത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ദ ജിറാഫ് സ്നേക്ക് elongates as it stretches its neck to reach for leaves from higher branches due to food scarcity അല്ലെ. അപ്പോൾ നമ്മുടെ ഫുഡിന് അവിടെ ഒരു ദാരിദ്ര്യം വരുന്ന അവസ്ഥയിൽ എന്താണ് നമ്മുടെ ജിറാഫ് അതിന്റെ കഴുത്തിങ്ങനെ നീട്ടി കൊണ്ടുവന്ന് എന്താ മുകളിലത്തെ മരത്തിൽ നിന്നൊക്കെ അത് പറിച്ച് കഴിക്കാൻ തുടങ്ങി അല്ലെ. അങ്ങനെയാണ് അതിന്റെ കഴുത്ത് നീണ്ടു വന്ന് എന്നാണ് ലാമാർക്കിസം മുന്നോട്ട് വെച്ചൊരു കാര്യം അല്ലെ. അപ്പൊ ആ ഒരു കാര്യം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. റൈറ്റ്, അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇനി രണ്ടാമത്തെ എന്താണ്? അക്വേർഡ് ക്യാരക്ടേഴ്സ് വെർ ട്രാൻസ്മിറ്റഡ് ത്രൂ ജനറേഷൻസ് ലീഡിങ് ടു ദ എമർജൻസ് ഓഫ് ജിറാഫ്സ് വിത്ത് ലോങ്ങർ നെക്സ് അല്ലെ. അപ്പോൾ ലാമാർക്കിസിന്റെ ബാക്കി ഭാഗം അത് തന്നെയാണ്. എവല്യൂഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇതേപോലെ ഈ ഒരു ഫുഡ് സ്കേഴ്സിറ്റി വന്നപ്പം അതിന്റെ ഭാഗമായിട്ട് ആ സിറ്റുവേഷൻ കാരണമാണ് ഇവരുടെ എന്താണ് നെക്ക് ഇങ്ങനെ നീണ്ടു വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അടുത്ത ജനറേഷനിലേക്ക് മൂവ് ഓൺ ചെയ്തു അല്ലെ. അത് അവർ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്തു. ഓരോ ജനറേഷൻ കഴിയുന്തോറും ഈ ഒരു മാറ്റം അതേപോലെ തന്നെ മുന്നോട്ടേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നീടുള്ള ജിറാഫിന്റെ ആ നെക്കൊക്കെ വളരെ നീണ്ടതായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ലാമാർക്കിസം മുന്നോട്ടേക്ക് വെച്ചത്. അപ്പൊ സെക്കൻഡ് ക്യാരക്ടർ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. റൈറ്റ്, അക്വേർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇമ്പാർട്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം. ഓക്കെ, അക്വേർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇമ്പാർട്ട് ചേഞ്ച്, അതായത് ഒരു തരത്തിലുള്ള മാറ്റവും എന്താണ് നമ്മുടെ മുന്നിലുള്ള ഓർഗാനിസം അടുത്ത ജനറേഷനിൽ കൊണ്ടുവരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ നെക്ക് ഇങ്ങനെ നീണ്ടു വന്നത് അല്ലെ. അപ്പൊ അവിടെ ജനറ്റിക് ചേഞ്ചസ് സ്ട്രക്ചേഴ്സും മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. ഒരു ജീനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ്, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഓർഗാനിസംസ് വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ഇൻ ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു ഫേവറബിൾ കണ്ടീഷൻസ് ഉള്ള സമയത്ത് ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം സർവൈവ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അത് ലാമാർക്കിസത്തിന്റെ കോൺസെപ്റ്റ് അല്ല അല്ലെ. അതും എന്താണ് തെറ്റായിട്ടുള്ള കാര്യമാണ്. റൈറ്റ്, അപ്പൊ അതെന്താണ് നമ്മുടെ ഡാർവിനിസം റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതും രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് രണ്ടുമാണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ ഏതാ ഓപ്ഷൻ വരുന്നതെന്ന് നോക്കിയേ. 1ഉം 3ഉം അല്ല, 2ഉം 3ഉം അല്ല, 1ഉം 4ഉം അല്ല, 1ഉം 2ഉം ആണ്. റൈറ്റ്, ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് മെഡിസിൻ ഇസ് ഡിസൈൻഡ് ബൈ ലുക്കിംഗ് അറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ജീൻസ് ആൻഡ് ഫാമിലി ജനറ്റിക് ഹിസ്റ്ററി. അതായത് ഒരു മനുഷ്യന്റെ ജീന് അല്ലെ, ജീനിന്റെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കിയിട്ടും അവരുടെ ഫാമിലി ഹിസ്റ്ററി അല്ലെ, പാരമ്പര്യ ആയിട്ടുള്ള എന്തെങ്കിലും രോഗത്തിനെ കുറിച്ചൊക്കെ നോക്കി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ മെഡിസിൻ ഏതാണ് അല്ലെ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മെഡിസിനിലെ ഏതൊരു കാര്യമാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പേഴ്സണലൈസ്ഡ് മെഡിസിൻ ആണോ? അല്ല നമുക്കറിയാം അല്ലെ. ജീൻ തെറാപ്പി ആണോ? ഉറപ്പായിട്ടും ജീൻ തെറാപ്പിയാണ്. റൈറ്റ്, ഫാമിലിയിൽ എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ട് എങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന എപ്പോഴും ജീൻ തെറാപ്പിയാണ്. റൈറ്റ്, യെസ്. മോളിക്കുലാർ മെഡിസിനും അതുപോലെ അനാട്ടമി അല്ല, അതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന മെഡിക്കേഷൻസ് അല്ലേ. യാ, വിച്ച് ഓർഗാനിസം ക്ലോസ്ലി മാച്ചസ് വിത്ത് ദ DNA സീക്വൻസ് ഓഫ് ചിമ്പാൻസി. ഓക്കെ, അപ്പൊ ചിമ്പാൻസിന്റെ DNA സീക്വൻസുമായിട്ട് ഒരു 98 to 99% അല്ലെ, 98 to 99% സിമിലാരിറ്റി ഉള്ള ആളാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെ, മാൻ. ഓക്കെ, ഫൈൻ. ഇനി സെലക്ട് ദ സ്യൂട്ടബിൾ സീരീസ് ദാറ്റ് ഷോ ഓർഗാനിസംസ് ഇൻ ഹോമിനോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഹോമിനോയിഡ്സിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സീക്വൻസ്, ഈ സീക്വൻസ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അപ്പൊ ഏതാണ് വരുന്നത്? ഗൊറില്ല ആണോ ആദ്യം വരുന്നത്? അല്ല, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം വരുന്ന ആള് നമ്മുടെ ഗിബോൺ ആണ്. ഓക്കെ, അപ്പൊ ഗിബൺ, ഒറാങ്കുട്ടൻ, ഗൊറില്ല, ചിമ്പാൻസി, മാൻ, ഇങ്ങനെയാണോ അതിന്റെ ഓർഡർ വരുന്നത്? അല്ല. അപ്പൊ ഈ ഒരു ഓർഡറും തെറ്റാണ്. റൈറ്റ്, അപ്പൊ ഫസ്റ്റ് വരുന്ന ഗിബൺ, അതുപോലെ തന്നെ എൻഡ് വരുന്ന മാനും ആണ് നമുക്കറിയാം. അപ്പൊ ഇത് രണ്ടും ഓക്കെ ആണ് അല്ലെ. ഇനി ഇടയിൽ വരുന്നതാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ ഗിബൺ, പിന്നെ എന്താണ് orangutan, third one is chimpanzee, fourth one is gorilla, and finally we have man. Okay, അപ്പോൾ that is the correct sequence. Fine. ഇനി അടുത്തത് select the suitable series that show human evolution tree. അപ്പോൾ ഈ ഹ്യൂമൻ എവല്യൂഷൻ ട്രീയിലും നിങ്ങൾ ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സീരീസ് കറക്റ്റ് ആക്കാനൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് പ്രിമേറ്റ്സ്, ആന്ത്രോപോയിഡിയ,
സെർക്കോപിത്തോകോയിഡിയ ആൻഡ് മാൻ. ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ തെറ്റാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് മങ്കി, സെക്കൻഡ് വണ്ണും ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും തെറ്റായിട്ടുള്ള ഓർഡർ ആണ്. ദെൻ പ്രിമേറ്റ്സ്, ആന്ത്രോപോയിഡിയ, ഹൊമിനോയിഡിയ ആൻഡ് മാൻ. ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് എന്താണ്? കറക്റ്റ് ആണോ? യെസ്, ദിസ് വൺ ഇസ് കറക്റ്റ്. ഓക്കെ, സോ ദിസ് വൺ ഇസ് ഓൾസോ റോങ്. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റിസപ്റ്റേഴ്സ് റിലേറ്റഡ് ടു സ്മെൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മണക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആ ഒരു പെർട്ടിക്കുലർ റിസപ്റ്റേഴ്സ് ഏതാണ്? കീമോ റിസപ്റ്റേഴ്സ് ആണോ? അല്ല, കീമോ റിസപ്റ്റേഴ്സ് എല്ലാം നമുക്കറിയാം. ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണോ? ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ല. കീമോ റിസപ്റ്റേഴ്സ് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആണ്. ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ ഐ റിലേറ്റഡ് ആണ് അല്ലേ? ഇനി ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്താണ്? യെസ്, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു സ്മെൽ. ഓക്കെ. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്താണ്? ഇയർ ആണ് അല്ലേ? ഹിയറിംഗ് ആണ്. റൈറ്റ്. ഓക്കെ ആണല്ലോ? യെസ്, ദിസ് ഇസ് വിഷൻ ആണ് അല്ലേ? ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചോട്ടെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കാം. ആൻഡ് ദിസ് ഇസ് സ്കിൻ. ഓക്കെ, ഫൈൻ. ഇനി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ റിസപ്റ്റേഴ്സ് ഇൻ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്റ്റിമുലി ആർ കോൾഡ്. ഓക്കെ, എക്സ്റ്റേണൽ സ്റ്റിമുലി അതുപോലെ തന്നെ ഇന്റേണൽ സ്റ്റിമുലിന്റെ ഭാഗമായിട്ട് റിസപ്റ്റേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? യെസ്, ദാറ്റ് ഇസ് നോൺ ആസ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? അതല്ല ആക്ഷൻ പൊട്ടൻഷ്യൽ, പിന്നീട് വരുന്നത് അല്ലെ? നെക്സ്റ്റ് വൺ, ആ ഒരു റിസപ്റ്റർ പൊട്ടൻഷ്യൽ കൂടി കഴിഞ്ഞിട്ട് പിന്നീടാണ് എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫൈൻ. ദാറ്റ് ഈസ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കോർണിയ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ കോർണിയനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഇസ് ട്രാൻസ്പെറന്റ്. നമുക്കറിയാം കോർണിയ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നേച്ചർ ആണ്. ഇറ്റ് റെഗുലേറ്റ്സ് ദ പ്യൂപ്പിൾ സൈസ്. പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കോർണിയ ആണോ? അല്ല, കോർണിയ പുറത്താണ്. റൈറ്റ്, ഒരു പുറമെയുള്ള ലെയർ ആണ്. റൈറ്റ്, അപ്പൊ പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും കോർണിയ അല്ല. റൈറ്റ്. ഇനി അടുത്തത്, ഇറ്റ് അലൗസ് ലൈറ്റ് ടു എൻ്റർ ദ ഐ. ആണോ? കറക്റ്റ് അല്ലേ? യെസ്, കണ്ണിലേക്ക് ആ ഒരു വെളിച്ചത്തെ കടത്തി വിടുന്നത് ആരാണ്? നമ്മുടെ കോർണിയ തന്നെയാണ് അല്ലേ? അപ്പം പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്ന അതിന്റെ സൈഡിലുള്ള മസിൽസ് ആണ്. റൈറ്റ്, ഫൈൻ. അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് 1 and 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ 1 and 2 തെറ്റാണ്, 2 and 3 അതും തെറ്റാണ്, 1 and 3 അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സി ഇസ് ദ കറക്റ്റ് ആൻസർ. യാ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ. ഇതും അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. റെറ്റിന ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഐ. അറിയാം, കറക്റ്റ് ആണ് അല്ലേ? ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഐനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെറ്റിന. ഫൈൻ. ഇമേജ് ഇസ് ഫോംഡ് ഓൺ ദ റെറ്റിന അല്ലേ? ഇമേജ് എവിടെയാ ഫോർമേഷൻ നടക്കുന്നത്? റെറ്റിനയിലാണോ? അതെ. ഇറ്റ് റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിംഗ് ദ ഐ. ഒരിക്കലും അല്ല. കാരണം എന്താണ്? ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറിന് ഒരിക്കലും കണ്ണിലേക്ക് കടന്നു വരുന്ന ലൈറ്റിന്റെ ആ ഒരു എമൗണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി പറയാം ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് അല്ലേ? എമൗണ്ട് ഓഫ് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്യൂപ്പിളും ഐറിസും ആണ്. റൈറ്റ്, യെസ്. അപ്പോൾ ഏതാണ്? 1 ഉം 2 ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഏ തന്നെയാണ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ മിഡിൽ ലെയർ ഓഫ് ദ ഐ ഇസ് കോൾഡ്. എന്താണ് മിഡിൽ ലെയർ ഓഫ് ദ ഐ? നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇന്നർ മോസ്റ്റ് ലെയർ നമ്മുടെ റെറ്റിനയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഏതാണ്? കൊറോയിഡ് ആണ് മിഡിൽ ലെയർ അല്ലേ? കൊറോയിഡ്. ദെൻ വി ഹാവ് ദിസ് ക്ലിയർ. റൈറ്റ്. ഫൈൻഡ് ഔട്ട് ദി സ്ട്രക്ചർ വിച്ച് റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിംഗ് ദ ഐസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോർണിയുണ്ട്. അല്ല, കോർണിയാണ് ആക്ച്വലി കണ്ണിലേക്ക് വെളിച്ചത്തെ കടത്തി വിടുന്ന ഭാഗം. ലെൻസ് ആണോ? അല്ല. പിന്നെ അടുത്ത എന്താണ്? നമ്മുടെ ഐറിസ് ആണോ? യെസ്, ഐറിസ് ആണ് അല്ലെ? റെറ്റിന അല്ല. ഓക്കെ, ഇവിടെ പ്യൂപ്പിൾ ഓർ ഐറിസ് അല്ലെ? അത് ഏതാണോ ആൻസർ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഫൈൻ. ദ പിഗ്മെന്റ് മെലാനിൻ ഇൻ ഐറിസ് ഹെൽപ്സ് ടു. എന്താണ്? ഐറിസിന് കളർ കൊടുക്കുന്നതാണ് നമ്മുടെ പിഗ്മെന്റ് മെലാനിൻ എന്ന് നമുക്കറിയാം. അത് കൂടാണ്ട് എന്താണ്? ഇമേജ് ഫോം ചെയ്യുന്നതാണോ? അല്ല. റൈറ്റ്. അബ്സോർബ് അൾട്രാ വയലറ്റ് റേസ്, അതായത് UV റേസിനെ അബ്സോർവ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെലാനിൻ ആണ് കേട്ടോ. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ് ആൻസർ. ഇമ്പൾസ് ക്യാരി ചെയ്യുന്നതല്ല, കണ്ണിന് ആവശ്യമുള്ള നറിഷ്മെന്റ് കൊടുക്കുന്നതും നമ്മുടെ ഐറിസ് അല്ല. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് ഇൻ വിച്ച് കോൺ സെൽസ് ആർ അബൻഡന്റ്. കോൺ സെൽസ് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലമാണോ ബ്ലൈൻഡ് സ്പോട്ട്? അല്ല, അത് നമ്മുടെ യെല്ലോ സ്പോട്ട് ആണ് അല്ലേ? അപ്പൊ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാർട്ട് ഫ്രം വിച്ച് ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ്സ് അല്ലേ? ഒപ്റ്റിക് നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. പാർട്ട് ഇൻ റെറ്റിന വേർ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ ആബ്സെന്റ്. ഫോട്ടോ റിസപ്റ്റേഴ്സ് ആബ്സെന്റ് ആയിട്ടുള്ള ഭാഗമല്ലേ? യെസ്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 2 ഉം 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1 and 3 is wrong. Okay, 2 and 3 are correct. Okay, fine. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, റോഡ് സെൽസ് ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ. റോഡ് സെൽസും ഉണ്ട്, അതുപോലെ നമുക്ക് കോൺ സെൽസും ഉണ്ട്. അതിന്റെ പിക്ചറൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. റോഡ് സെൽസ് എന്തിനായിട്ടാണ്? റോഡ് നമുക്ക് എന്ത് പറയാം? R എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഡിം വിഷൻ ആണ് അല്ലേ?
ആൻഡ് കോൺ സെൽസ് ആണ് സി എന്ന് നമുക്ക് കളർ വിഷൻ അങ്ങനെ എന്താണ് റിലേറ്റ് ചെയ്യാം അല്ലേ. കോൺ സെൽസിന്റെ സി കളർ വിഷൻ. ഓക്കെ ഫൈൻ. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത നോക്കിയാലോ. ബൈപോളാർ സെൽസ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം. ബൈപോളാർ സെൽസ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എവിടെ നിന്നാണ്? നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്ന് ഗാംഗ്ലിയോൺ സെൽസിലേക്ക് ഈ പറഞ്ഞ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബൈപോളാർ സെൽസ്. റൈറ്റ്. ഓക്കെ ഫൈൻ. The protein which is a structural component of the lens. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏതാണ്? ക്രിസ്റ്റലിൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് വൈൽ വ്യൂവിംഗ് എ നിയർ ഒബ്ജക്ട്? അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഡിക്രീസ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, ഇൻക്രീസ് ചെയ്യും. റൈറ്റ്. ആൻഡ് സീലിയറി മസിൽസ് ആർ റിലാക്സ്ഡ്? അല്ല, കൺട്രാക്റ്റഡ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലിഗമെന്റ്സ് സ്ട്രക്ചർ ചെയ്യോ? ഇല്ല, അതും തെറ്റാണ്. റൈറ്റ്. സീലിയറി മസിൽസ് കൺട്രാക്ട് അല്ലേ, കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ലിഗമെന്റ്സും എന്താണ്, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. എസ് കോൺസ് ഇൻ ദ റെറ്റിന ഷോ ബെറ്റർ സെൻസിറ്റിവിറ്റി ടു. ഏത് ലൈറ്റിനാണ് എസ് കോൺസ് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്? ഏത് ലൈറ്റ് ആണ്? നമ്മുടെ ബ്ലൂ ലൈറ്റിനാണ്. ഓക്കെ. ദ വൈബ്രേഷൻ ഫ്രം ദ ടിംപാനം ഇസ് പാസ് ടു ദ ഓവൽ വിൻഡോ ത്രൂ വിച്ച് പാർട്ട്? ഏത് പാർട്ടാണ്? ടിംപാനത്തിൽ നിന്നും ഓവൽ വിൻഡോയിലേക്ക് സൗണ്ട് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇടയിൽ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഇയർ ഓസിക്കിൾസ്. ഓക്കെ. ദ മിഡിൽ ചേംബർ ഓഫ് ദ കൊക്ലിയ ഇസ് ഫിൽഡ് വിത്ത്. ഏതാണ്? നമുക്കറിയാം മിഡിൽ ചേംബറിൽ കാണപ്പെടുന്നത് നമ്മുടെ എൻഡോലിംഫ് ആണ്. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹെയർ സെൽസ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓവൽ വിൻഡോയിലാണോ? അല്ല. ഇയർ ഓസിക്കിൾസ് ആണോ? അല്ല. ടിംപാനത്തിലും അല്ല. അവിടെ എന്താണ്? ഓർഗൻ ഓഫ് കോട്ടി ആണ്. യെസ്. Then the impulses generated in the cochlea are transmitted to brain through ഏത് nerve ആണ് അതിനു വേണ്ടി സഹായിക്കുന്നത്? ഓഡിറ്ററി nerve ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which part of the inner ear is related to hearing? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെമി സർക്കുലർ കനാൽസ് എന്താണ്? ബാലൻസ് റിലേറ്റഡ് ആണ്. യൂട്രിക്കൽ അഗൈൻ ബാലൻസ്, സാക്കിൾ അഗൈൻ ബാലൻസ് റിലേറ്റഡ് ആണ്. കൊക്ലിയ ആണ് റിലേറ്റഡ് ടു ഹിയറിംഗ്. വിച്ച് ആർ ദ പാർട്സ് ഓഫ് വെസ്റ്റിബുലാർ സിസ്റ്റം? അപ്പോൾ വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ പാർട്സ് ഏതാണെന്നുള്ളതും നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? കൊക്ലിയ അല്ല അല്ലേ. ഇവിടെ വീണ്ടും കൊക്ലിയ ഉണ്ട്. അപ്പൊ അതും തെറ്റാണ്. സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് ഹെയർ സെൽസ്. ദിസ് ഈസ് കറക്റ്റ് അല്ലേ. അടുത്തതിൽ ഓർഗൻ ഓഫ് കോട്ടി ഉണ്ട്, അതുമല്ല. ഫൈൻ. ദ ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് ജനറേറ്റ് ഇമ്പൾസസ് ഇൻ ദ ഹെയർ സെൽസ് ഓഫ്. ഹെയർ സെൽസ് ഏതിലാണ്? നമ്മുടെ ബാലൻസ് ആയിട്ട് റിലേറ്റഡ് എവിടെയാണ്? നമ്മുടെ വെസ്റ്റിബ്യൂളിലാണ്. ഓക്കെ. ഇനി ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് സ്റ്റിമുലേറ്റ് മില്യൺസ് ഓഫ് ഓൾഫാക്ടറി ന്യൂറോൺസ് ഇൻ ദ. അപ്പൊ എവിടെ കാണപ്പെടുന്ന എന്താണ് ന്യൂറോൺസിനെയാണ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി മ്യൂക്കസ് മെംബ്രെയിനിൽ കാണുന്നതാണ് കേട്ടോ. ഓക്കെ. Then analyze the statement and reason and choose the correct answer. Innate immunity is called non-specific defense. അല്ലേ? Innate immunity എന്ന് പറഞ്ഞാൽ നോൺ സ്പെസിഫിക് ആയിട്ട് ഡിഫൻസ് ആണ്. കറക്റ്റ് ആൻസർ ആണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നോൺ സ്പെസിഫിക് ഡിഫൻസ് റെക്കഗ്നൈസസ് ആൻഡ് റെസിസ്റ്റ്സ് സ്പെസിഫിക് പാത്തോജൻസ്. ഒരിക്കലും അല്ല. നോൺ സ്പെസിഫിക് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പാത്തോജൻസിനെ അല്ല അത് റെസിസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ റീസൺ തെറ്റാണ്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്, റീസൺ ഇസ് ഫോൾസ്. ഓക്കെ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സലൈവ ആൻഡ് ടിയേഴ്സ് കണ്ടെയ്ൻ ലൈസോസൈം. നമുക്കറിയാം കറക്റ്റ് ആണ്. ലൈസോസോം ഡിസ്ട്രോയ്സ് പാത്തോജൻസ് എൻറ്ററിങ് ദ എന്താണ് ബോഡി അല്ലേ. ലൈസോസൈമിന്റെ ആക്ടിവിറ്റി അത് തന്നെയാണ്. എന്താണ്? പാത്തോജൻസ് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. സോ ബോത്ത് ഇസ് കറക്റ്റ്. റൈറ്റ്. യാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലേബിൾഡ് കറക്റ്റ്ലി? അപ്പൊ ഇതിന്റെ ലേബലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഫസ്റ്റ് വൺ നമ്മുടെ ബേസോഫിൽ ആണ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രോഫിൽ ആണ്. ആൻഡ് ദ തേർഡ് വൺ ഇത് ഏതാണ്? വിച്ച് വൺ ഇസ് ദാറ്റ്? യെസ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് നമ്മുടെ ഈസ്നോഫിൽ ആണ്. ഇതൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. നമുക്കത് വേറെ ഓപ്ഷൻ ഇല്ല. അത് നെയിം ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാം. വിച്ച് ഇസ് ദ ഡിഫൻസ് മെക്കാനിസം പ്രസന്റ് ഫ്രം ബർത്ത്? ഏതാണ്? നമ്മുടെ ബർത്തിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വിച്ച് സെൽ പ്രൊഡ്യൂസസ് ആന്റിബോഡീസ്? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ്, വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ബി ലിംഫോസൈറ്റ് ആണ്. വിച്ച് കെമിക്കൽ കോസസ് ബ്ലഡ് വെസൽസ് ടു ഡൈലേറ്റ് ഡ്യൂറിങ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? ആ സമയത്ത് ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മുടെ ഹിസ്റ്റമിൻ ആണ്. ഓക്കെ. വിച്ച് വാക്സിൻ കണ്ടെയ്ൻസ് ന്യൂട്രലൈസ്ഡ് പാത്തോജൻസ്? ഏതിലാണ്? നമ്മുടെ MMR വാക്സിനിലാണ് ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള പാത്തോജൻസ് ഉണ്ടാവുക. വിച്ച് പ്രോസസ് പ്രിവെന്റ്സ് ബ്ലഡ് ലോസ് ആൻഡ് എൻട്രി ഓഫ് പാത്തോജൻസ്? ഏതാണ്? ബ്ലഡ് ലോസിനെ പ്രിവെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് വി കൻ സേ ബ്ലഡ് ക്ലോട്ടിംഗ്. ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സിംപ്റ്റംസ് ഓഫ് മലേറിയ? ഇന്റർമിറ്റന്റ് ഫീവർ, സർക്കുലർ റെഡിഷ് റാഷസ്,
ഇന്റർമീഡിയറ്റ് ഫീവർ കറക്റ്റ് ആണ്. റാഷസ് എന്താണ് മലേറിയയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ചിൽസും ഷിവറിങ് അല്ലെ, വല്ലാണ്ട് വിറയ്ക്കും പനിക്കും ഒക്കെ ചെയ്യുന്നത് എന്താണ് മലേറിയയിലാണ്. ഐയിൽ അങ്ങനെ റെഡ്നെസ് നമുക്ക് കാണാൻ സാധിക്കാറില്ല. ഓക്കെ, സോ മലേറിയന്റെ രണ്ട് സിംറ്റംസ് ആണ് അല്ലെ, ഫീവറും അതുപോലെ തന്നെ. സോ ദിസ് ഇസ് റൈറ്റ് വൺ. ഓക്കെ, വിച്ച് ഓർഗാനിസം കോസസ് ട്യൂബർക്ലോസിസ്? ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ബാക്ടീരിയ ആണ് ട്യൂബർക്ലോസിന് കാരണമായിട്ടുള്ളത്. ഫൈൻ. അഗൈൻ, വിച്ച് ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്? എയ്ഡ്സ് ആണോ? അല്ല. ട്യൂബർക്ലോസിസ് ആണോ? അല്ല. റിംഗ് വോമും അല്ല. ഏതാണ്? മലേറിയ ആണ്. ഫൈൻ. ഇനി വിച്ച് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ? പ്രോട്ടോസോവ കോസ് ചെയ്യുന്നത്, മറ്റേ സ്പ്രെഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കോസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മലേറിയ ആണ് കേട്ടോ. മലേറിയനെ കോസ് ചെയ്യുന്നത് പ്രോട്ടോസോവയാണ്. ഫൈൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാത്തത്? നിപ്പയാണോ? അല്ല, കമ്മ്യൂണിക്കബിൾ ആണ്. ക്യാൻസർ എന്താണ്? കമ്മ്യൂണിക്കബിൾ അല്ല, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബൈ കോണ്ടാക്ട് അത് ഒരിക്കലും സ്പ്രെഡ് ചെയ്യുന്നല്ല അല്ലെ. ട്യൂബർക്ലോസിസ് ആണ്, ഫിലാരിയാസിസും ആണ്. റൈറ്റ്. വിച്ച് മോസ്കിറ്റോ സ്പ്രെഡ്സ് ഫിലാരിയാസിസ്? ഏതാണ്? അനോഫിലസ് അല്ല, ഈഡിസ് മോസ്കിറ്റോ അല്ല, പ്ലാസ്മോഡിയം അല്ല. ഏതാണ്? ക്യൂലസ് മോസ്കിറ്റോ ആണ്. ഹു ഡെവലപ്ഡ് ദ സിസ്റ്റം ഓഫ് ഹോമിയോപ്പതി? ഏതാണ്? ആരാണ് ഹോമിയോപ്പതി മുന്നോട്ടേക്ക് വെച്ചത്? ദാറ്റ് ഇസ് സാമുവൽ ഹാനിമാൻ. ഓക്കെ, ഫൈൻ. വിച്ച് ഡിവൈസ് ഇസ് യൂസ് ടു മെഷർ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്? അല്ലെ, നമ്മുടെ ഓക്സിജന്റെ ഒരു സംഭവം നമ്മൾ ഇപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മെഷർ ചെയ്യാറുണ്ട്. ആ സാധനത്തിന്റെ പേരെന്താണ്? അതാണ് പൾസ് ഓക്സിമീറ്റർ. ഓക്കെ. Then antibiotics are primarily used for the treatment against which pathogens? ഏത് പാത്തോജൻ ആണ്? നമ്മുടെ ബാക്ടീരിയക്ക് എതിരായിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സൈഡ് എഫക്ട് കോസ്ഡ് ബൈ ദ മിസ്യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്? നമ്മൾ ആവശ്യമില്ലാണ്ട് ആന്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി അതിന് റെസിസ്റ്റന്റ് ആവും. ഓക്കെ, സോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അത് വലിയൊരു പ്രശ്നമാണ് അല്ലെ. പിന്നെ നമ്മളത് കഴിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. വിച്ച് ഫാക്ടർ പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ഇൻ പ്ലാന്റ്സ്? അല്ലെ, ക്ലോറോപ്ലാസ്റ്റ് ആണോ? അല്ല. റൈബോസോം ആണോ? അല്ല. വാക്സ് കവറിംഗ് ആണ്. റൈറ്റ്, വാക്യൂളും അല്ല. വിച്ച് പാത്തോജൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ മൊസൈക് ഡിസീസ് ഇൻ ടപ്പിയോക്ക? ഏതാണ്? മൊസൈക് ഡിസീസിന് കാരണമായിട്ടുള്ളത് നമ്മുടെ വൈറസ് ആണ് കേട്ടോ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ക്രിസ്പർ ടെക്നോളജി വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ പ്ലാന്റ്സ്. ദെൻ വിത്ത് പ്ലാന്റ്സിലാണോ? അല്ല. ദെൻ വിത്ത് ക്രിസ്പർ സ്പെസിഫിക് പാർട്സ് ഓഫ് DNA ക്യാൻ ബി മോഡിഫൈഡ്. അത് കറക്റ്റ് ആണ്. CS9 ഇസ് ആൻ എൻസൈം. അതും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? സെക്കൻഡും തേർഡും സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. Select the correct statements. Recombinant DNA technology joins two different DNA segments. Restriction endonuclease is an enzyme that cuts DNA at a specific location. Ligase is the enzyme that cuts and separates DNA. Ligase എന്താണ്? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആണ്. സ്പെസിഫിക് ലൊക്കേഷനിലുള്ളതല്ല റെസ്ട്രിക്ഷൻ. എൻഡോന്യൂക്ലിയസ്, സോറി, നേരെ തിരിഞ്ഞു പോയിട്ടോ. സോറി. എന്താണ്? റീകോംബിനന്റ് DNA ടെക്നോളജി ജോയിൻസ് ടു ഡിഫറെന്റ് DNA സെഗ്മെന്റ്സ് അല്ലെ. അത് തന്നെയാണ്, കറക്റ്റ് ആണ് അല്ലെ. ദെൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇസ് ആൻ എൻസൈം ദാറ്റ് കട്ട്സ് DNA at സ്പെസിഫിക് ലൊക്കേഷൻ ആണല്ലോ. വളരെ കറക്റ്റ് ആണ് കേട്ടോ. ലിഗേസ് ഇസ് എൻസൈം ദാറ്റ് കട്ട്സ് ആൻഡ് സെപ്പറേറ്റ്സ് DNA. അല്ല, കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതല്ല, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടു സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അതുപോലെ തന്നെ റീസണും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക കേട്ടോ. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.